5 രൂപ മുതൽ അങ്ങോട്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ നല്ല വെറൈറ്റിയാണ്. യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. സിംഗിൾ പീസിന് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന റേറ്റ് തന്നെ ഏകദേശം വരുന്നത്. അല്ലാതെ ഹോൾസെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവാണ്. അപാര തിരക്കല്ലേ, നടന്നു പോകാനുള്ള സ്ഥലം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊരു കാറിൽ വെക്കാനുള്ള അതായത് ഗൂഗിൾ മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സാധനം മേടിച്ചു. നോക്കിയേ, ബാംഗ്ലൂരിലെ സൺഡേ മാർക്കറ്റ് കണ്ടോ, ഒരു രക്ഷയില്ല, എന്തൊരു തിരക്കാണ്. നമ്മളിവിടെ ഇറങ്ങുന്നുണ്ട്, ഇറങ്ങിയിട്ട് എല്ലാ കടയിലും പോയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യട്ടെ എവിടെയെങ്കിലും. ചെറിയ ബ്രേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആൾക്കാർ വന്ന് കൂടുകയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ സൺഡേ മാർക്കറ്റിൽ പോകാനായിട്ടേ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, 4ാമത്തെ ഫ്ലോറിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. 4ാമത്തെ ഫ്ലോറിൽ. എൻ്റെ അമ്മോ എന്തൊരു തിരക്കാണ്. ഇവിടെ സൺഡേ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തിരക്കെന്ന് തോന്നുന്നു. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം. ഏകദേശം 1 കിലോമീറ്ററിന് കൂടുതൽ അങ്ങോട്ട് നടന്നു പോയാലേ എത്തുള്ളൂ. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകണം, നമ്മൾ ഒരുപാട് ദൂരമുണ്ട്. $1,400 അല്ലേ? 1,400. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടിട്ട് റെന്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണ് അല്ലേ? 1,840. ഇത് നാട്ടിൽ എന്ത് വില വരും എനിക്കറിയാം. ഒരെണ്ണത്തിന് റെന്റ് തന്നെ ഏകദേശം 600-700 രൂപ വരുമായിരിക്കും. ഇത് പല ഐറ്റംസ്, എല്ലാ ഐറ്റംസ് കല്യാണത്തിനൊക്കെ വേണ്ട ആഭരണങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് അല്ലേ? ഇതെന്താ? ജസ്റ്റ് മാല പോലെ. മാലയും കമ്മലും. ये कितना? ये उधर से लिया 300 से 300 ये 250 का मैडम 300 ഇത്രയ്ക്കുമില്ല. ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പാണ്. 5 രൂപ മുതൽ അങ്ങോട്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഈ കാണുന്ന ഫ്രണ്ട് വെച്ചേക്കുന്ന ബോർഡെല്ലാം റേറ്റ് വളരെ കുറവാണ്. ഹോൾസെയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. 300 रुपये पूरा 300 रुपये 300 500 ഇതെല്ലാം 300 അല്ലേ? ഇതെല്ലാം ഇരിക്കുന്നതെല്ലാം 300. ये तो कलर से उसमें लो 500 का है, 500 का नीचे है ना, वो नीचे है ना. ये नहीं ये पेमेंट आइता है ഇത് അമ്മയ്ക്ക് എടുക്കാം. ഇത് ये दो पैकेट ഞാനിവിടെ ഇലക്ട്രിക് ഷോപ്പിൽ കയറി കേട്ടോ. ഇവിടെ സ്വിച്ചുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മളൊന്നും കാണാത്ത ടൈപ്പ് ഒരുപാട് സ്വിച്ചുകളുണ്ട്. USB കേബിൾ വരുന്നത്, കേബിളിൻ്റെ കണക്ടർ വരുന്നത്, അതുപോലെ ചെറിയ സ്വിച്ചുകൾ, പിന്നെ പ്ലഗ് വിത്ത് USB പോർട്ടുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ നല്ല വെറൈറ്റിയാണ്. യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. സിംഗിൾ പീസിന് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന റേറ്റ് തന്നെ ഏകദേശം വരുന്നത്. അല്ലാതെ ഹോൾസെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവാണ്. ഇതാർക്കാ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് പണിയൊക്കെ എടുക്കുന്നവർക്ക് ബൾക്കായിട്ട് ഇവിടെ വന്ന് പ്രൊഡക്റ്റുകൾ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാഭമായിരിക്കും. സ്പീക്കർ ടിവിയുടെ നമുക്ക് റീപെയിനില്ലേ, അത് ഭിത്തിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം.
വെറൈറ്റി സാധനങ്ങൾ. ഹോൾസെയിലാ റീറ്റെയിൽ? ഹോൾസെയിലാ റീറ്റെയിൽ? ഇത് USB അല്ലേ? HDMI. ഇത് റേറ്റ് എന്ത് വരും? റേറ്റ് 450. ഇത് റീറ്റെയിൽ ആണെങ്കിൽ 450. അപ്പുറത്ത് കണ്ടോ ലൈറ്റുകൾ മിന്നി തിളങ്ങുന്നത് കണ്ടോ? ഈ കടകളുടെ ഫ്രണ്ടിലേക്ക് വെക്കുന്ന LED ബൾബുകൾ, മാല ബൾബുകൾ, കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ കടകളൊക്കെ തുടങ്ങുന്നവർ അല്ലെങ്കിൽ വീടുകൾക്കൊക്കെ അലങ്കാരമായിട്ട് ആവശ്യങ്ങൾ വരുന്നവർ, സ്ട്രീറ്റിൽ ആവശ്യങ്ങൾ വരുന്നത് എല്ലാ ലൈറ്റുകളും ഇവിടെ ഉണ്ട്. പിന്നെ വീടുകളിലെ ഡൈനിങ് ഹാള്, കിച്ചൺ, അവിടേക്ക് വേണ്ട ലൈറ്റുകൾ, ഹാങ്ങിങ് ലാമ്പുകൾ, ഇതെല്ലാം വെറൈറ്റി ഐറ്റംസ് എല്ലാം ഈ ഷോപ്പിലുണ്ട്. कितना है? एक पैकेट मेरे पे नहीं होते, बात को समझा करो. कितना है? 1000 का 4 पीस. 1000 4 पीस. 4 पीस 1000. आना साइज सेम है ना? साइज मीडियम है इसका तुम्हारा साइज है बच्चे का? हाँ बच्चे का नहीं. എടുക്കണോ? मीडियम 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 है ना? हाँ मीडियम है. किसका साइज होना तुम्हारा? എനിക്ക് എടുക്കാം. मीडियम नहीं, लार्ज आएगा या एक्सेल आएगा? लार्ज लार्ज मीडियम सर एक. ओके ओके दिखाता हूँ. हाँ बेटे जो पसंद है वो. हाँ रेडीमेड डेली यूज में तो ओके. ये പാൻസ് പാൻസ് ഇതെല്ലാം ബ്രാൻഡാണ് അല്ലേ? എല്ലാം 450. കൊള്ളാം. 450 ഉള്ളു. ബ്രാൻഡ് ഏതാ? എനിക്ക് ചേരില്ല. അത് പെണ്ണുങ്ങളല്ല. രണ്ടും പോകുന്നു. Only 450. ഇതെടുക്കുക അല്ലേ? സൈസ് കൂടുതലാണ്. 34 है? हाँ 34. 34 नहीं 32 का. ये आके 32 से 36 तक का होता है. एडजस्टमेंट है. इसमें ओनली 34 होना तो मिलेगा. ओनली 34. ये 400 का नहीं 450 राइट. फिक्सर है. फिक्सर है. फिक्स है. ഇത് 1 പീസ് 40 രൂപ അല്ലേ? ഇവിടെ വരികയാണെങ്കിൽ ഒരു പീസ് 20 രൂപ. കഴുത്തിടുന്ന സാധനമാണ് ഇത് 150. മാലയും കമ്മലും കൂടെ 120 180 റേറ്റ് അല്ലേ? ഇത് 75. ഇത് 100. ഇത് 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 75. ഇത് 75. അത് 100 രൂപ. അത് 100 രൂപ. 150. ഇത് 150 അത് ഇത് 100 രൂപ. എന്നാ സൈസ് വേണം അത്?
ಸೈಜ್ 34 34 32 32 ಇರುತ್ತೆ 34 ಇಲ್ಲ ಇದು 32 ಇದು 34 34 ಅಲ್ಲ ಕಲರ್ 32 ಕರೆಕ್ಟ್ 32 32 30 അടിക്കാം 30 എടുക്കാം കാർത്തിക്കിന് എടുക്കാൻ ഇതൊക്കെ എൻ്റെ ഉള്ള സാധനം ഇതെൻ്റെ ഉള്ള സാധനമാണ് കളർ വേണ്ട അല്ലേ ഇവിടെ ടീഷർട്ടാണ്. ടീഷർട്ട് 2 എണ്ണം 250, 1 എണ്ണം 100. സ്മോൾ പാൻ്റ് ആട്ടോ. ബെൽറ്റ് 100 രൂപ. जीन्स कितना भैया? कितना? 300. ये कोई फिश कितना है? कोई 4. कितना अमाउंट कितना? अमाउंट 100 है. हाँ ये हो ना 1200 रुपये दे दो. ब्लू ब्लू कलर का भी 1200, ये 1500, 1500. कितना वाट में? 750 वाट का आने का जी. वो कितना वाट है? वो 750 वाट है. ये भी 750 वाट है. नीचे लिख के रखो. ഇരിക്കുന്ന സ്റ്റൗവിന് 1800 അല്ലേ? 1800. ബാംഗ്ലൂർ സൺഡേ മാർക്കറ്റിൽ കണ്ടോ പഴയ കാസറ്റുകൾ, DVD പ്ലെയർ, മോണിറ്ററുകൾ, അതേമാതിരി കാസറ്റും കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ളവർക്ക് ഇതൊന്നും അറിയുണ്ടാവില്ല എന്താണെന്നുള്ളത്. കണ്ടോ കാസറ്റ്, ഈ സാധനം എടുത്തിട്ട് ഈ പേപ്പർ കാർഡെല്ലാം 350 അല്ലേ ബെഡ്ഷീറ്റ്. കിങ് സൈസ് പില്ലോ കവറും ഉണ്ടാവും. അങ്ങനെ ബാംഗ്ലൂർ സൺഡേ മാർക്കറ്റിൽ നിന്നും നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇറങ്ങാൻ പോകുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു സൺഡേ മാർക്കറ്റ്? അടിപൊളിയായിരുന്നു. അപാര തിരക്കല്ലേ? നടന്ന് പോകാനുള്ള സ്ഥലം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊരു കാറിൽ വെക്കാനുള്ള അതായത് ഗൂഗിൾ മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സാധനം മേടിച്ചു. അത് എത്ര റേറ്റ് വന്നാൽ 350 അല്ലേ? ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ റേറ്റ് തന്നെയല്ലേ ഉള്ളത്? ഇവിടെയുള്ള ഓരോ സാധനങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ള വാല്യൂ ആയിട്ട് ജസ്റ്റ് 10-20 രൂപ വ്യത്യാസം, കുറവുണ്ടാവാം കൂടുതലുണ്ടാകാം. ഈ ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ വലിയ റേറ്റ് വ്യത്യാസമുള്ളത് അല്ലേ? ക്രിസ്മസിൻ്റെ ബൾബൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോഴേക്കും എത്ര പറഞ്ഞു? 350. നാട്ടിൽ അന്വേഷിച്ചപ്പോഴും ആ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ റേറ്റ് കുറവാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ചെറിയ കുറവൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഡ്രസ്സിന് ഭയങ്കരമായിട്ട് റേറ്റ് കുറവുണ്ടല്ലേ? സാരിക്കും, സിൽക്ക് സാരിക്കും, അതുപോലെ തന്നെ ഷർട്ട്, ജീൻസ്, ട്രൗസേഴ്സ് എല്ലാം റേറ്റ് കുറവുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്,
തെരഞ്ഞെടുക്കണം. നമസ്കാരം. നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോക്കകത്ത് നമ്മൾ ബാംഗ്ലൂരിലെ സൺഡേ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധ സാധനങ്ങളുടെയൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാണുന്ന വീഡിയോയ്ക്കകത്ത് യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംപിയിലേക്കാണ്. ബാംഗ്ലൂർ ഹംപി റൂട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഗോകാർട്ടിൽ റേസിങ്ങിൻ്റെ ഒരു സ്ഥലമാണ്. നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നോക്കട്ടെ എന്താ റേറ്റ് കാര്യങ്ങളൊക്കെ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഗോകാർട്ട് ഓടിച്ച് നോക്കട്ടെ.